പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കി അക്കാദമിയുടെ ഒരു പുത്തൻ വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പരീക്ഷയുടെ വിജ്ഞാപനം എത്തിക്കഴിഞ്ഞു. അപ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ഈ ചാനൽ വഴി നിങ്ങളെ അറിയിച്ചിരുന്നു. അപ്പോൾ അത് മാത്രമല്ല, ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ സ്വപ്നം കാണുന്ന ഒരു പോസ്റ്റാണ്. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ, എനിക്ക് തോന്നുന്നു 5 വർഷത്തിന് ശേഷമാണ് 2018 ഒരു വിജ്ഞാപനം വന്ന ശേഷം 2023 എന്ത് വന്നത്, 23 പറയണ്ട, 24 എന്ന് പറ. ഓക്കെ, ഡിസംബർ 31 നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പം 5 വർഷ കാലയളവ് നമ്മൾ എന്ത് ചെയ്തു, വെയിറ്റ് ചെയ്തു. 5 വർഷ കാലയളവിലും ഓരോ ഉദ്യോഗാർത്ഥികളും പ്രതീക്ഷയോടെ നോക്കിയ വിജ്ഞാപനം കൂടിയാണ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ. അപ്പോൾ ഇതൊരു വലിയ ഒരു തസ്തികയാണ്, മാത്രമല്ല ഒരു ഗ്ലാമറസ് തസ്തിക കൂടിയാണ്. അപ്പോൾ കഴിഞ്ഞ വിജ്ഞാപനത്തിൽ നിന്നും ഇത്തവണ വിജ്ഞാപനത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പായിട്ട് തന്നെ നമ്മുടെ വെബിനാർ, അതായത് മാസ്റ്റർ കി അക്കാദമി കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പരീക്ഷയുമായി ബന്ധപ്പെട്ട സിലബസ് പ്രകാരമുള്ള കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സൗജന്യ വെബിനാർ ക്ലാസ് നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്കായി നമ്മൾ സംഘടിപ്പിച്ചിരുന്നു. അപ്പോൾ അതിലെന്തൊക്കെയായിരുന്നു നമ്മൾ ഉദ്യോഗാർത്ഥികളോട് പറഞ്ഞ സംശയങ്ങൾ, അവർ ഉന്നയിച്ച സംശയങ്ങൾ, അവരോട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം, ഒരു വെബിനാർ എന്താണോ ആ വെബിനാറിലുള്ള കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കാനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മാസ്റ്റർ കി അക്കാദമിയുടെ ആ ഒരു വെബിനാറിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായിരുന്നു വെബിനാറിൽ അന്ന് പറഞ്ഞതെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു ജൂനിയർ ഇൻസ്പെക്ടറിന്റെ നോട്ടിഫിക്കേഷൻ വന്ന വിവരം നമ്മൾ അറിഞ്ഞു. നോട്ടിഫിക്കേഷൻ ജൂനിയർ ഇൻസ്പെക്ടർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നാണ്. അപ്പൊ നോക്കിയേ, ആ നോട്ടിഫിക്കേഷൻ, പഴയ നോട്ടിഫിക്കേഷൻ നോക്കിയേ, പഴയ നോട്ടിഫിക്കേഷൻ എന്തായിരുന്നു നോക്കൂ, ഓൾഡ് നോട്ടിഫിക്കേഷൻ. അതിന്റെ നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ നോക്കി 237/2018. 2018 237ാമത് വിജ്ഞാപനമായിട്ടാണ് എന്ത് വന്നത്, ജൂനിയർ ഇൻസ്പെക്ടർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, അതായത് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന്റെ വിജ്ഞാപനം കഴിഞ്ഞ വർഷം വന്നത് 2018 കഴിഞ്ഞ തവണ ഏറ്റവും ഒടുവിൽ 2018. ഇപ്പൊ വന്നേക്കുന്ന എത്ര, 2023. ഏകദേശം 5 വർഷ കാലയളവില് എന്തുണ്ട്, 5 വർഷ കാലയളവായിട്ടുണ്ട് എന്ത് വിജ്ഞാപനം വന്നിട്ട്. ഓക്കെ, 2018 വന്ന വിജ്ഞാപനമാണ്. ഇപ്പൊ പുതിയ വിജ്ഞാപനം വന്നത് 2023. ഓക്കെ, പുതിയ വിജ്ഞാപനത്തിന്റെ കാറ്റഗറി നമ്പർ നോക്കി 640/2023. 640/2023 പുതിയ വിജ്ഞാപനത്തിന്റെ കാറ്റഗറി നമ്പർ. അപ്പൊ നോക്കിയേ, ഒരു വലിയ വ്യത്യാസം ഞാൻ പറയാം. എന്താ, ഈ സ്കെയിൽ ഓഫ് പേയിൽ ഒരു വലിയ വ്യത്യാസം കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷനും ഇത്തവണത്തെ നോട്ടിഫിക്കേഷനും തമ്മിലുണ്ട്. എന്താണെന്ന് നോക്കിയേ, എത്ര വ്യത്യാസം ഉണ്ടെന്ന് നോക്കിയേ, ഈ സ്കെയിൽ ഓഫ് പേ തമ്മിൽ എത്ര വ്യത്യാസം ഉണ്ടെന്ന് നോക്കിയേ. കഴിഞ്ഞ തവണ 2018 നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള സ്കെയിൽ ഓഫ് പേ നോക്കിയേ 29,200 to 59,400 ആയിരുന്നു. 29,200 മുതൽ 59,400 വരെയായിരുന്നു സ്കെയിൽ ഓഫ് പേ പറഞ്ഞത്. സ്കെയിൽ ഓഫ് പേ പറഞ്ഞത് 2018. പക്ഷേ നിങ്ങൾ നോക്കിയേ, ഭീമമായ വ്യത്യാസം വന്നിട്ടുണ്ട്. ഭീമമായ വ്യത്യാസം എവിടെ വന്നിട്ടുണ്ട്, പുതിയ നോട്ടിഫിക്കേഷനിലെ സാലറി സ്കെയിലില്, ഭീമമായ വ്യത്യാസം വന്നിട്ടുണ്ട്. നോക്കിയേ, 29,200 എന്നുള്ളത് ഇവിടെ 39,300 39,300. 59,400 എന്നുള്ളത് 83,000. അപ്പൊ ഭീമാകാരമായ ഒരു എന്തുണ്ട്, വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നത് ശരിവെക്കുന്ന കാര്യമാണ്. എന്ത്, ഈ 59,400 ഇവിടെ 83,000 59,400 എന്തായി, 83,000 ആയിട്ട് മാറി. അപ്പോ സ്കെയിൽ ഓഫ് പേയിൽ വലിയ വ്യത്യാസമാണോ വന്നിരിക്കുന്നത്. 2018 2023 നോട്ടിഫിക്കേഷൻസ് താരതമ്യപ്പെടുത്തുമ്പോ ഏറ്റവും പ്രാധാന്യത്തോടെ നമ്മൾ നോക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് സ്കെയിൽ ഓഫ് പേ. അതിൽ വന്നേക്കുന്ന മാറ്റം കണ്ടോ, വലിയ മാറ്റമാണ് വന്നിരിക്കുന്നത്. ഒരു ഗ്ലാമറസ് കോർപ്പറേഷൻ എന്ന മേഖലയിൽ, സഹകരണ മേഖലയിലെ തന്നെ ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു തസ്തികയാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ നിങ്ങളോട് സംസാരിക്കുന്ന വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഡ്യൂട്ടീസിനെ കുറിച്ചും പ്രൊമോഷൻ സാധ്യതകളെ കുറിച്ചും എങ്ങനെയൊക്കെ പഠിക്കണം എന്നതിനെ കുറിച്ചൊക്കെ അദ്ദേഹം നിങ്ങളോട് പറയുന്ന ഒരു വീഡിയോ കൂടി ഈ ഒരു പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. അതും നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. ഓക്കെ, അത് നോക്കിയേ. അടുത്തത് നമ്പർ ഓഫ് വേക്കൻസി അന്നും ഇന്നും ആന്റിസിപ്പേറ്റഡാ. സ്ഥിരമായ ഒരു വേക്കൻസി പറഞ്ഞിട്ട് അന്നും എടുത്തിട്ടില്ല, ഇന്നും എടുത്തിട്ടില്ല. ഓക്കെ, അപ്പൊ നോക്കിയേ, ഇനി നമ്മൾ അറിയാൻ പോകുന്നത് എന്താ, ലാസ്റ്റ് എക്സാം ഡീറ്റെയിൽ ആണ് നമ്മൾ ഇനി അറിയാൻ പോകുന്നത്. അവസാനം നടന്ന എക്സാമിന്റെ ഡീറ്റെയിൽ ആണ് നമ്മൾ അറിയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നോട്ടിഫിക്കേഷൻ ഞാൻ പറഞ്ഞു 2018 വന്നേന്ന് പറഞ്ഞു.
2018 എന്ത് വന്നത്, നോട്ടിഫിക്കേഷൻ വന്നത്. അതിനുശേഷം കോവിഡ് ഒക്കെ ആയതുകൊണ്ട് 2020 എക്സാം നടന്നത്. 2 വർഷം സമയം എടുത്തു. നോട്ടിഫിക്കേഷൻ വന്നിട്ട് 2 വർഷം സമയം എടുത്തു. എന്തിനു വേണ്ടി? എക്സാമിന് വേണ്ടി. അപ്പൊ 2018 നടന്ന നോട്ടിഫിക്കേഷൻ, എക്സാം നടന്നത് 2020 2020 എക്സാം നടന്നത്. ഓക്കെ, അപ്പോ ഇപ്പൊ നിലവിലെ ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിന്റെ കാലാവധി 2024 ഒക്ടോബർ വരെയാണ്. 2024 ഒക്ടോബർ വരെയാണ് ആ ലിസ്റ്റിന്റെ കാലാവധി. 2021 ഒക്ടോബറിൽ 2021 ഒക്ടോബർ മാസത്തിലാണ് എന്ത് വന്നത്, ഈ ലിസ്റ്റ്, പഴയ ലിസ്റ്റ്, അതായത് 2018 നടന്ന പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള ലിസ്റ്റ് വന്നത് 2021 ഒക്ടോബറിലാണ്. അപ്പോ സ്വാഭാവികമായിട്ടും നമുക്കറിയാം 3 വർഷത്തെ കാലയളവാണ് നമുക്ക് എന്തിനുള്ളത്, ഈ ലിസ്റ്റിന്, ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന്റെ ലിസ്റ്റിന് 3 വർഷത്തെ കാലയളവാണുള്ളത്. അപ്പൊ സ്വാഭാവികമായും 2021 ഒക്ടോബറിൽ വന്നൊരു ലിസ്റ്റ് സ്വാഭാവികമായും റദ്ദാവുന്നത് 2024 ഒക്ടോബറിലാണ്. അപ്പോ ഈ ലിസ്റ്റിന് ഏകദേശം 10 മാസം കൂടി കാലാവധിയുണ്ട്. അതായത് ഇപ്പോഴത്തെ ലിസ്റ്റില്, നിലവിലുള്ള റാങ്ക് ലിസ്റ്റിന് 10 മാസം കൂടി എന്തുണ്ട്, കാലാവധി ഉണ്ട്. ഓക്കെ, നോക്കിയേ, 2024 ഒക്ടോബർ വരെ കാലാവധി ഉണ്ട്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ മെയിൻ ലിസ്റ്റ്, അന്ന് കഴിഞ്ഞ ലിസ്റ്റിൽ 440 പേരെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. എത്രയാണ്? 440 പേരെ. കഴിഞ്ഞ ലിസ്റ്റിൽ എത്ര പേരെ ഉൾപ്പെടുത്തി? നമ്പർ ഓഫ് കാൻഡിഡേറ്റ് ഇൻ ദ മെയിൻ ലിസ്റ്റ് 440 പേരെയാണ് എന്ത് ഉൾപ്പെടുത്തിയത്, മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. അന്ന് നമുക്കറിയാം 2018 നോട്ടിഫിക്കേഷൻ വന്നു, പരീക്ഷകളൊക്കെ വൈകി, കോവിഡ് ആയിരുന്നു. 2020 പരീക്ഷ നടന്നു. 2021 ഒക്ടോബർ മാസത്തിൽ റാങ്ക് ലിസ്റ്റ് വന്നു. ആ റാങ്ക് ലിസ്റ്റ് 2024 ഒക്ടോബർ വരെയുണ്ട്. അന്ന് മെയിൻ ലിസ്റ്റിൽ എത്ര പേരെ ഉൾപ്പെടുത്തി? 440 പേരെയാണ് ഉൾപ്പെടുത്തിയത്. 440 പേരെയാണ് കഴിഞ്ഞ ലിസ്റ്റ് ഉൾപ്പെടുത്തിയത്. ഓക്കെ, അതുപോലെ നോക്കി അന്നത്തെ കട്ട് ഓഫ് മാർക്ക്. ഈ കട്ട് ഓഫ് മാർക്ക് എന്താ പറയുന്നേ? കട്ട് ഓഫ് മാർക്ക് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ എത്രമാത്രം നന്നായിട്ട് വളരെ ഗൗരവതരമായി ഈ പരീക്ഷയെ കാണണം എന്നുള്ളത് കൊണ്ടാണ്, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠനം ആരംഭിക്കണം എന്നുള്ളത് കൊണ്ടാണ് കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് മാർക്ക് ഒക്കെ പറയുന്നത്. പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിക്കുക, കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷ വലിയ വലിയ പാടുള്ള പരീക്ഷ ആണെന്ന് തോന്നുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ, അതായത് പുതിയ പാറ്റേൺ അനുസരിച്ച് വരുമ്പോൾ, പുതിയ പാറ്റേൺ നിങ്ങൾക്കറിയാം, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ ഈ വർഷം ഉണ്ടാവും, സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ എന്തുണ്ടാവും, ഈ ചേരുംപടി ചേർക്കുക, ഇപ്പൊ വളഞ്ഞു തിരിഞ്ഞൊക്കെ വന്ന് നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിലുള്ള ശരി ഏത്, തെറ്റേത്, ശരിയല്ലാത്തത് ഏത്, ശരിയായവ ഏത് എന്നൊക്കെ പറഞ്ഞുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മളെ കൺഫ്യൂസ് ആക്കുന്ന കാര്യങ്ങളാണ്. അപ്പോ കഴിഞ്ഞ തവണ അതൊന്നും ഇല്ലായിരുന്നു. എല്ലാം നമ്മൾ നോർമലി പണ്ടത്തെ രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു ചോദിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ പരീക്ഷ അതാവാൻ സാധ്യതയില്ല. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ ഉണ്ടാവും, പുതിയ പാറ്റേൺ ചോദ്യങ്ങൾ ഉണ്ടാവും. അതൊക്കെ മാക്സിമം ചെയ്ത് പഠിച്ചു വേണം നമ്മൾ എവിടെ എത്താൻ, പരീക്ഷാ ഹാളിൽ എത്താൻ. ഓക്കെ, അപ്പൊ അതൊരു വലിയ ഘടകമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പഴയ തവണത്തെ കട്ട് ഓഫ് മാർക്ക് നമ്മൾ നോക്കി പോകണ്ട. ഇത്തവണത്തെ നല്ല നിങ്ങൾക്കറിയാം, PSC അടിമുടി മാറി. PSC എന്ത് മാറി? അടിമുടി മാറ്റി. ഓക്കെ, അപ്പോ ആ മാറ്റത്തിനനുസരിച്ച് നമ്മൾ മാറി വന്നില്ലെങ്കിൽ നമ്മൾ റാങ്ക് ലിസ്റ്റ് എത്തുന്നത് വിദൂരതയിലേക്ക്, ഒരു വിദൂരത്തിലുള്ള ഒരു കാര്യമായിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് കട്ട് ഓഫ് മാർക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ 73.67 ആണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ എത്ര? 73.67 ആണ് കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് മാർക്ക്. നോക്കിയേ അടുത്ത നോക്കിയേ, കട്ട് ഓഫ് മാർക്ക് നമ്മൾ പറഞ്ഞു 73.67 ആണെന്ന് പറഞ്ഞു. ഇതുവരെയുള്ള അഡ്വൈസ് നോക്കിയേ, 440 പേര് ലിസ്റ്റിലുണ്ട്, 440 പേര് മെയിൻ ലിസ്റ്റിലുണ്ട്. ഇതുവരെയുള്ള അഡ്വൈസ് നോക്കിയേ, നമ്പർ ഓഫ് അഡ്വൈസ് 313 പേരെ ഈ ലിസ്റ്റിൽ നിന്ന്, അതായത് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് 440 പേരുള്ള മെയിൻ ലിസ്റ്റിൽ നിന്ന് 313 അഡ്വൈസ് നടന്നു. 313 അഡ്വൈസ് നടന്നു. 440 പേരുള്ള മെയിൻ ലിസ്റ്റിൽ നിന്ന് 313 അഡ്വൈസ് നടന്നു. ചെറിയ കാര്യമാണോ? 440 പേര് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുക. അതിൽ ഇതുവരെ 10 മാസം കാലാവധി അവശേഷിക്കെ 313 എന്ത് നടന്നു? നമ്പർ ഓഫ് അഡ്വൈസുകൾ നടന്നു. 313 അഡ്വൈസ് നടന്നു. അത് ഈ കഴിഞ്ഞ മാസം, അതായത് 4/12/2023 4/12/2023 ഏറ്റവും അവസാനത്തെ അഡ്വൈസ് നടന്നത്. എന്നാൽ 4/12/2023 ഏറ്റവും അവസാനത്തെ അഡ്വൈസ് നടന്നത്. ഓക്കെ, അപ്പോ 440 പേരുള്ള ഒരു മെയിൽ ലിസ്റ്റിൽ നിന്നും
313 പേര്. നമ്പർ ഓഫ് അഡ്വൈസ് എത്രയായി? 313. അതിൽ ഓപ്പൺ എത്ര പോയെന്ന് അറിയണ്ടേ? ഓപ്പൺ എത്ര പോയി? 237 ഓപ്പൺ പോയിട്ടുണ്ട്. അപ്പൊ ഓപ്പൺ എത്ര പോയി? 237 അഡ്വൈസ് എന്ത് പോയിട്ടുണ്ട്? ഓപ്പൺ പോയിട്ടുണ്ട്. ടോട്ടൽ അഡ്വൈസ് 313. അതിൽ ഓപ്പൺ എത്ര പോയി? 237 പോയി. മൊത്തം എത്ര പേരാ റാങ്ക് ലിസ്റ്റിൽ? 440 പേരാണ്. അപ്പോ ഓപ്പൺ 237 പോയിട്ടുണ്ട്. ഓക്കെ, നോക്കിയേ ലാസ്റ്റ് പോയ ഓപ്പൺ ജനറൽ കാറ്റഗറിക്കാരന്റെ മാർക്ക് നോക്കിയേ 74.33. കട്ട് ഓഫ് മാർക്ക് 73.67 ആണ്. ലാസ്റ്റ് ഓപ്പൺ പോയത് എത്ര? 74.33 ആണ്. 74.33 കാരനാണ് എവിടെ പോയേക്കുന്നത്? ലാസ്റ്റ് അഡ്വൈസ് ഓപ്പൺ അഡ്വൈസ് പോയേക്കുന്നത് 74.33 മാർക്കുകാരനാണ്. ഓക്കെ, ഫസ്റ്റ് റാങ്ക് നോക്കിയേ. ഫസ്റ്റ് റാങ്ക് മാർക്ക് 74.67 ആണ്. 74.67 ആണ്. അതിനുശേഷം വെയിറ്റേജ് മാർക്കുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏകദേശം 100ന് മുകളിൽ പോയിട്ടുണ്ട്. വെയിറ്റേജ് മാർക്ക് 100+ ആണ് കേട്ടോ. അപ്പൊ ഒന്നാം റാങ്കുകാരി 100+ മാർക്കാണ് വാങ്ങിയത്. അത് വെയിറ്റേജ് ഉൾപ്പെടെയാണ്, വെയിറ്റേജ് എല്ലാം കൂട്ടിയിട്ടാണ്. അപ്പൊ അവര് എന്താ പറയാ, അവരുടെ റിട്ടേൺ എക്സാമിന്റെ മാർക്ക് എത്ര? 74.67 ആണ് അവരുടെ റിട്ടേൺ എക്സാമിന്റെ മാർക്ക്. എത്ര? ഒന്നാം റാങ്കുകാരിയുടെ റിട്ടേൺ എക്സാമിന്റെ മാർക്ക് 74.67 ആണ്. ഓക്കെ, സെക്കൻഡ് റാങ്കുകാരന്റെ മാർക്ക് നോക്കി 82.33. 82.33 ആണ് രണ്ടാം റാങ്കുകാരന്റെ മാർക്ക്. തേർഡ് റാങ്കുകാരന്റെ മാർക്ക് നോക്കി 82.67 ആണ്. 82.67 ആണ് തേർഡ് റാങ്കുകാരന്റെ മാർക്ക്. ഫോർത്ത് റാങ്കുകാരന്റെ മാർക്ക് നോക്കി 84.67. 84.67 ആണ്. ഇതിലെ റിട്ടേൺ മാർക്കാണ്. ഓക്കെ, അതുപോലെ തന്നെ 80-ലധികം മാർക്ക് വാങ്ങിയ, നമ്മൾ പറഞ്ഞു 73.67 ആണ് കട്ട് ഓഫ് എന്ന് പറഞ്ഞു. പക്ഷെ 80-ലധികം മാർക്ക് വാങ്ങിയ എത്ര പേരുണ്ടായിരുന്നു കഴിഞ്ഞ ലിസ്റ്റിൽ എന്ന് നോക്കിയാൽ 33 പേരുണ്ടായിരുന്നു. നമ്പർ ഓഫ് സ്റ്റുഡന്റ് ഗോട്ട് മാർക്ക് മോർ ദാൻ 80. 80-ന് മേളിൽ മാർക്ക് വാങ്ങിയ 33 പേരുണ്ടായിരുന്നു. 80-ന് മുകളിൽ മാർക്ക് വാങ്ങിയ 33 പേരുണ്ടായിരുന്നു ലിസ്റ്റിൽ. ഓക്കെ, അപ്പോ എന്താ പറയാ, വളരെ ഗൗരവത്തോടുകൂടി ഓരോ മാർക്കും വിലപ്പെട്ടാണ്. നിങ്ങൾ നോക്കിയേ ഈ ലാസ്റ്റ് ഓപ്പൺ പോയ മാർക്ക് നോക്കിയേ 74-ഉം കട്ട് ഓഫ് മാർക്ക് 73.67 ആണ്. പിന്നെ ഇതെല്ലാം വെയിറ്റേജും ഇന്റർവ്യൂ മാർക്കും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. വെയിറ്റേജ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ഇത് റിട്ടേൺ മാത്രമാണ് ഞാൻ പറഞ്ഞത്. 74.67, 82.33, 82.67, 84.67 എന്നൊക്കെ പറഞ്ഞ റിട്ടേൺ ആണ്. പിന്നെ അതിൽ അഡീഷണൽ മാർക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നോക്കിയേ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഗോട്ട് മോർഗാൻ 33 പേര് എവിടെ വന്നു? 33 പേര് 80 മാർക്കിന് മുകളിൽ 33 പേര് വാങ്ങിയിട്ടുണ്ട്. 80 മാർക്കിന് മുകളിൽ. ഓക്കെ, നമ്മുടെ പരീക്ഷ 2024 നമ്മുടെ പരീക്ഷ, അതായത് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ, നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്ന പരീക്ഷ വരുന്നൊരു കലണ്ടർ കേരള PSC പുറത്തു വിട്ടിരുന്നു കഴിഞ്ഞ ദിവസം. എന്താ പറയാ, ഏകദേശം നമുക്കൊരു രൂപം, ഏകദേശം ഒരു ധാരണ നമുക്ക് തന്നിരുന്നു ഏത് മാസത്തേക്ക് നമ്മളുടെ പരീക്ഷ കാണുമെന്നുള്ളത്. നമ്മുടെ പരീക്ഷ ഏത് മാസം കാണും? നമ്മുടെ പരീക്ഷ ഏത് മന്ത് കാണും? സെപ്റ്റംബർ ടു നവംബർ ആണ്. ഓക്കെ, നമ്മുടെ പരീക്ഷ സെപ്റ്റംബർ നവംബർ മാസങ്ങളിൽ നമ്മുടെ പരീക്ഷ കാണും. സെപ്റ്റംബർ നവംബർ മാസങ്ങളിലേക്ക് നമ്മുടെ പരീക്ഷ കാണും. 2024 സെപ്റ്റംബർ നവംബർ മാസങ്ങളിലേക്ക് നമ്മുടെ പരീക്ഷ കാണും. ഓക്കെ, അതുപോലെ മാസ്റ്റർ കെ അക്കാഡമി കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന്റെ കോച്ചിങ് ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രഗത്ഭരായ അധ്യാപകരുടെ മേൽനോട്ടത്തിലാണ് നമ്മുടെ ക്ലാസ്സുകൾ. നമ്മൾ ഇപ്പോൾ ഏറ്റവും പുതിയ ബാച്ച് ആരംഭിച്ചു. നമ്മുടെ അധ്യാപകര് എല്ലാം ഈ മേഖലയിലെ വർഷങ്ങളായിട്ട് അധ്യാപന പരിചയമുള്ള ആളുകളാണ് നമ്മുടെ അധ്യാപകരൊക്കെ തന്നെ. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ ഏറ്റവും പുതിയ സിലബസിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ സിലബസ് ആണ്, 2020 സിലബസ് ആണ് ഇപ്പോൾ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ആദ്യം പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ സിലബസ് എന്തെങ്കിലും മാറ്റം വന്നാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ച് സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സിലബസ് വരുമ്പോഴത്തേക്ക് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് എടുക്കാനുള്ള ടൈം കിട്ടും. ഓക്കെ, ഏറ്റവും ഉറപ്പുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പഠനം ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ടീം റെഡിയാണ്. അപ്പോൾ മാസ്റ്റർ കെ അക്കാഡമി ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന്റെ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ്. വളരെ വിശ്വാസ്യതയോടെ ജോയിൻ ചെയ്യാം. നമുക്കറിയാം കഴിഞ്ഞ ജൂനിയർ
സയന്റിഫിക് അസിസ്റ്റന്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പരീക്ഷയുടെ ആദ്യ റാങ്കുകളൊക്കെ മാസ്റ്റർ കീ അക്കാഡമിക്കാണ്. 1, 2, 3 റാങ്കുകളെല്ലാം മാസ്റ്റർ കീ അക്കാഡമിക്കാണ്. ഏകദേശം ആദ്യ 100 പേരിൽ 50 റാങ്കുകളും മാസ്റ്റർ കീ അക്കാഡമിക് ആയിരുന്നു. അപ്പോൾ വളരെ എഫക്റ്റീവ് കോച്ചിങ് ആണ് മാസ്റ്റർ കീ അക്കാഡമിയുടെ ഭാഗത്തു നിന്ന് എല്ലാ കോഴ്സിനെ സംബന്ധിച്ചുണ്ടാകുന്നത്. അപ്പൊ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പോലുള്ള കോഴ്സുകളൊക്കെ വളരെ വ്യത്യസ്തതയോടെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കോഴ്സിന്റെ ഡീറ്റെയിൽ ഞാൻ പറയാം. നമ്മുടെ ലേണിംഗ് ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മൾ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. മാസ്റ്റർ കീ അക്കാഡമിയുടെ ലേണിംഗ് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ലാപ്ടോപ്പിലും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ മാസ്റ്റർ കീ ലേണിംഗ് ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ലാസ്സുകളുടെ കൂടെ തന്നെ അതിന്റെ PDF മെറ്റീരിയൽസ് ഉണ്ടാവും. അതായത് നിങ്ങൾ നോക്കി ഓരോ വീക്കിലും ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ട്. നോക്ക്, ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ഫസ്റ്റ് വീക്ക് സ്റ്റഡി പ്ലാൻ, ആദ്യ വീക്കിലെ സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ്സ് ഒക്കെയാണ് അവർക്ക് പഠിക്കാൻ കൊടുത്തിരിക്കുന്നത്. കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി, അപ്പെക്സ് പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റീസ് തുടങ്ങിയ ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ്സ് ആണ് അവർക്ക് ആദ്യ വീക്കിൽ പഠിക്കാൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വീക്കിലെ സ്റ്റഡി പ്ലാൻ ഇതാണ്. അങ്ങനെ ഓരോ വീക്കിലും സ്റ്റഡി പ്ലാൻ ഉണ്ട്, എല്ലാ ആഴ്ചയിലും സ്റ്റഡി പ്ലാൻ ഉണ്ട്. സ്റ്റഡി പ്ലാൻ മാത്രമല്ല, സ്റ്റഡി പ്ലാൻ പ്രകാരമുള്ള ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യും. അതിന്റെ PDF ഫോർമാറ്റിൽ അതിന്റെ മെറ്റീരിയൽസ് അപ്ലോഡ് ചെയ്യും. അതിനുശേഷം 1 വീക്ക് നമ്മൾ എന്ത് ചെയ്യും, ഇത് പഠിക്കാൻ വേണ്ടി അവരെ ഏൽപ്പിക്കും. അവർ പഠിക്കും. അത് പഠിക്കുന്നുണ്ടോ നമ്മൾ അനലൈസ് ചെയ്യും. അതിനുശേഷം അതിന്റെ മോക്ക് എക്സാം അനൗൺസ് ചെയ്യും. ഒരു വീക്കിനുള്ളിൽ ഒരു മോക്ക് എക്സാം, അതായത് വീക്കെൻഡിൽ തന്നെ മോക്ക് എക്സാം ഉണ്ടാവും. മോക്ക് എക്സാമിന് ശേഷം എന്തുണ്ടാവും, ഡൗട്ട് ക്ലിയറൻസ് ആയിട്ട് ലൈവ് സെക്ഷൻ ഉണ്ടാവും. ലൈവ് സെക്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ എന്ത് കിട്ടും, റെക്കോർഡഡും മെറ്റീരിയൽസും കിട്ടും. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഒന്നും നഷ്ടമാവത്തില്ല, ഒന്നും മിസ്സാവത്തില്ല, ഒരു കാര്യവും മിസ്സാവത്തില്ല. ഒരു ലൈവ് സെക്ഷൻ ഇപ്പോ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, നിങ്ങൾക്ക് അത് മിസ്സാവത്തില്ല. അതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ആ ലൈവ് സെക്ഷൻ അപ്ലോഡ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഒന്നും മിസ്സാവുക എന്നുള്ള പേടി വേണ്ട. തുടക്കം മുതൽ തന്നെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്, വളരെ നന്നായിട്ട് നമ്മൾ മനസ്സറിഞ്ഞാണ് പഠിക്കുന്നത് പറയുന്നത് പോലെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ മാസ്റ്റർ കീ അക്കാഡമിയിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ തന്നെ നമ്മുടെ ലേണിംഗ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ സിലബസ് വേണ്ടവർ താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറുകളിൽ സിലബസ് ചോദിച്ചാൽ സിലബസ് കിട്ടും. അപ്പോ നിങ്ങൾക്ക് പഠിക്കാൻ ആരംഭിക്കാവുന്ന എല്ലാ കാര്യങ്ങളും മാസ്റ്റർ കീ അക്കാഡമിയുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. ഓക്കെ, അപ്പൊ നോക്കിയേ, നമ്മുടെ സ്റ്റഡി പ്ലാൻ ഇങ്ങനെയാണ്. ഈ സ്റ്റഡി പ്ലാൻ പ്രകാരമാണ് എല്ലാ വീക്കിലും, ഓരോ വീക്കിലും സ്റ്റഡി പ്ലാൻ ഉണ്ടാവും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ സിലബസ് ഫുൾ കവർ ചെയ്തുകൊണ്ട് റിവിഷൻസും ഉണ്ടാവും, മോഡൽ എക്സാംസും ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സ്ട്രാറ്റജി, നമ്മുടെ ഒരു സ്റ്റഡി ഡിസൈനിങ് പ്ലാൻ ഒക്കെ ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ നോക്കിയേ, നമ്മുടെ അധ്യാപകരെ ഞാൻ പറഞ്ഞു, നമ്മുടെ അധ്യാപന മേഖലയിൽ വർഷങ്ങൾ കൊണ്ട് പരിചയമുള്ള അധ്യാപകരാണ് നമ്മുടെ ടീമിലുള്ളത്. അപ്പോൾ അവരുടെ എല്ലാ സേവനം നിങ്ങൾക്ക് ഉപയോഗിക്കാം. നമ്മുടെ കോഴ്സ് മെന്റർമാർ എല്ലാ ഗ്രൂപ്പുകളിലും, നിങ്ങളുടെ വാട്സപ്പ് സ്റ്റഡി ഗ്രൂപ്പുകളിലെല്ലാം കോഴ്സ് മെന്റർമാരുണ്ട്. അവരുടെ സേവനം നിങ്ങൾക്ക് എല്ലാ സമയത്തും ഉണ്ടാവും. ഓക്കെ, അതുപോലെ നോക്കിയേ, നമുക്ക് സിലബസ് കൂടെ നോക്കി പോവാം. സിലബസ് കഴിഞ്ഞ തവണത്തെ സിലബസ് കൂടെ നോക്കി പോവാം. ഓക്കെ, നോക്കിയേ, സിലബസ് നോക്കി, കാറ്റഗറി നമ്പർ 237/2018 നോക്കി. പാർട്ട് 1 കോപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക്സ് സിസ്റ്റംസ് ആണ് പാർട്ട് 1. നമുക്ക് കഴിഞ്ഞ തവണ 3 പാർട്ടായിട്ടായിരുന്നു. പാർട്ട് 1, പാർട്ട് 2 ബാങ്കിങ്, പാർട്ട് 1 കോപ്പറേഷൻ, പാർട്ട് 2 ബാങ്കിങ്, പാർട്ട് 3 IT. അങ്ങനെ 10 മാർക്കിന് IT ചോദിച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇത് രണ്ടും കൂടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കിയേ, കഴിഞ്ഞ തവണ പാർട്ട് 1 കോപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക്സ് സിസ്റ്റംസ്, അതിൽ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. ക്യാപിറ്റലിസം, സോഷ്യലിസം, കമ്മ്യൂണിസം, പാർട്ണർഷിപ്പ്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, അങ്ങനെ കുറെ കാര്യങ്ങൾ, കോപ്പറേറ്റീവ്, കോമൺവെൽത്ത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പാർട്ട് 1 നമ്മൾ കോപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റംസ് പറയുന്നുണ്ട്. അടുത്തത് ഇവല്യൂഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷനും മറ്റ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസും, അതിന്റെ കാർവേ കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. ഇവല്യൂഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ വരുന്നുണ്ട്. മൂന്നാമത് നോക്കിയേ, ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ ആൻഡ് ഇൻ കേരള. ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ്, സഹകരണ മേഖലയിലെ ടൈപ്സ് എന്തൊക്കെയാണ്, എവിടത്തേക്കാ, ഇന്ത്യയിലെയും അല്ലെങ്കിൽ കേരളത്തിലെയും ഒക്കെ ചോദിക്കുന്നുണ്ട്. ഷോർട്ട് ടൈം, മീഡിയം ടൈം കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ, പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ്, അർബൻ കോപ്പറേറ്റീവ് ബാങ്കിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ലോങ് ടൈം ക്രെഡിറ്റ് സ്ട്രക്ചർ, അതുപോലെ ഷോർട്ട് ടൈം ക്രെഡിറ്റ് സ്ട്രക്ചർ, ജനറൽ പർപ്പസ് ആൻഡ് സ്പെഷ്യൽ പർപ്പസ് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് സൊസൈറ്റീസ്, പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റീസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് ആൻഡ് ദെയർ ഫെഡറേഷൻസ്, കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ആൻഡ് ദെയർ ഫെഡറേഷൻസ്. അപ്പോൾ ഇതിന്റെ എല്ലാ പിരിവുകളുണ്ട്, ഓരോ ഓർഗനൈസേഷൻസ് ഉണ്ട്, സംഘടനകളുണ്ട്. അപ്പോൾ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് ആൻഡ് ദെയർ ഫെഡറേഷൻസ്, ഹാൻഡ്ലൂംസ് ആൻഡ് പവർ ലൂംസ്, കയറ്, ഹാൻഡിക്രാഫ്റ്റ്, അതുപോലെ വർക്കേഴ്സ് കോപ്പറേറ്റീവ്, സിഗ്നിഫിക്കൻസ് ഓഫ് വർക്കേഴ്സ് കോപ്പറേറ്റീവ്സ് ഇൻ കേരള തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ മൊഡ്യൂൾ 3 ഉണ്ട്.
മാനേജ്മെന്റ് ആൻഡ് വർക്കിംഗ് ഓഫ് മേജർ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ എയ്ഡ് ഓഫ് കോപ്പറേറ്റീവ്സ് 4, അത് മൊഡ്യൂൾ 4 നാഫെഡ്, നബാർഡ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സംഘടനകൾ, NCDC, നാഷണൽ ഹൗസിംഗ് ബാങ്ക് ആൻഡ് അതർ നാഷണൽ ഓർഗനൈസേഷൻ പ്രൊവൈഡിംഗ് അസിസ്റ്റൻസ് ടു ദ ഹൗസിംഗ് കോപ്പറേറ്റീവ്സിനെ കുറിച്ച് പഠിക്കാനുള്ള പാർട്ടാണ് 4. കോപ്പറേറ്റീവ് ആഡിറ്റ് ഉണ്ട്. കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്താണ്, ഡെഫിനിഷന്, അതിന്റെ ഒബ്ജക്റ്റീവ്സ്, സ്കോപ്പ്, അഡ്വാൻറ്റേജ്, ഇതെല്ലാം പഠിക്കണം. കാരണം ഉറപ്പായിട്ടും ഈ മേഖലയിൽ നിന്നൊക്കെ എന്തുണ്ടാവും, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാവും. ശരി ഏതെന്നും തെറ്റ് ഏതെന്നും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. നമ്മളെ കുഴപ്പിക്കാൻ വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അതൊക്കെ പഠിക്കേണ്ടി വരും. കോപ്പറേറ്റീവ് ഓഡിറ്റ്, ഡെഫിനിഷൻ, ഒബ്ജക്റ്റീവ്, സ്കോപ്പ്, അഡ്വാൻറ്റേജ്, ഡിഫറൻസ് ബിറ്റ്വീൻ ഓഡിറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് ഫോർ കോപ്പറേറ്റീവ് ഓഡിറ്റ്, ടൈപ്പ് ഓഫ് ഓഡിറ്റ്, ഇതൊക്കെ ഏറ്റവും പ്രധാന. ഈ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറെ സംബന്ധിച്ച് ജോലികളെ സംബന്ധിച്ച് കൂടി എന്ത് പഠിക്കാം, കോപ്പറേറ്റീവ് ഓഡിറ്റ് അവരെ ഓഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ അതൊക്കെ പഠിക്കേണ്ടി വരും ഇതിനകത്ത്. ഓഡിറ്റ് റിപ്പോർട്ട്, ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്, ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ, അസസ്മെന്റ് ആൻഡ് ലെവി ഓഫ് ഓഡിറ്റ് ഫീസ്, പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള മേഖലയാണ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. അതുപോലെ ഇഷ്യൂസ് ഇൻ കോപ്പറേറ്റീവ് മാനേജ്മെന്റ്, മാനേജിംഗ് ദ സോഷ്യൽ പ്രോസസ് ഇൻ എ കോപ്പറേറ്റീവ് കോമ്പറ്റീഷൻ, കോൺഫ്ലിക്റ്റ് ആൻഡ് കോപ്പറേഷൻ, associate character of a cooperative and managing cooperative association, issues in organizing a cooperative, size of the organization, small area അല്ലെങ്കിൽ large area, single purpose, multi purpose, അങ്ങനെ കുറെ കാര്യങ്ങൾ, എന്റർപ്രൈസ് ഡയമെൻഷൻ ആൻഡ് എത്തിക്കൽ ഡയമെൻഷൻ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഈ ഇഷ്യൂസ് ഇൻ കോപ്പറേറ്റീവ് മാനേജ്മെന്റിൽ പഠിക്കാനുണ്ട്. അതുപോലെ സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ്, പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് ചെയ്യുന്ന, അതിനെ സംബന്ധിച്ചൊരു പോർഷനാണത്. ആർബിട്രേഷനും അതുപോലെ തന്നെ എന്താ പറയാ, arbitration and awards, provisions and procedure, execution and enforcement of awards, provisions and procedure, appeals, reviews, revision, meaning and distinction, authority of appeals, cooperative tribunal, അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പവേഴ്സ്, ഒഫൻസ് ആൻഡ് പെനാൽറ്റീസ്, പ്രൊവിഷൻസ് ആൻഡ് പ്രൊസീജിയർ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ, നിയമപരമായ കാര്യങ്ങളെ കുറിച്ചും ഡിസ്പ്യൂട്ട്സിനെ കുറിച്ചും സെറ്റിൽമെന്റ് ഡിസ്പ്യൂട്ട്സിനെ കുറിച്ചും ഒക്കെ പഠിക്കാനുണ്ട്. 7 സോഴ്സസ് ഓഫ് ഫണ്ട്സ്, 8 സ്റ്റേറ്റ് എയ്ഡ് ടു കോപ്പറേറ്റീവ് ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ, പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്, സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്, ഗ്രാന്റ്, സബ്സിഡികളെ കുറിച്ചൊക്കെ പഠിക്കാനുള്ള ഒരു മേഖലയാണ് സോഴ്സസ് ഓഫ് ഫണ്ട് 8. അതുപോലെ തന്നെ 9ാമത് നോക്കിയേ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ആണ് പഠിക്കാനുള്ളത്. നിയമങ്ങളും അതിന്റെ അനുബന്ധ കാര്യങ്ങളെ കുറിച്ചാണ് എന്ത് പഠിക്കാനുള്ളത്, കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ ആൻഡ് ഇൻ കേരള പഠിക്കാനുള്ളത്. എവല്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ, 1904 ആക്ട്, ദ ആക്ട് ഓഫ് 1912, 1912 ആക്ട്. അതുപോലെ തന്നെ ട്രാൻസ്ഫർ ഓഫ് കോർപ്പറേഷൻ ആസ് പ്രൊവിഷണൽ സബ്ജക്ട്, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ റെസൊല്യൂഷൻ 1956, ദ മോഡൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ബിൽ 1957, ദ മോഡൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ബിൽ 1991 ബൈ ദ പ്ലാനിംഗ് കമ്മീഷൻ. അങ്ങനെ ഇതിനകത്ത് ഇനി എന്തൊക്കെ ഉൾപ്പെടുത്തും എന്ന് മാത്രം അറിയാനുള്ളൂ, അതോ ഇത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ എന്നുള്ള അറിയത്തില്ല. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൊഡ്യൂളാണ്. അപ്പോ ഇത് ഈ ഭാഗത്തു നിന്നൊക്കെ വളരെ ഗൗരവകരമായ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ എത്രമാത്രം പരീക്ഷ എഴുതി പഠിക്കണം, പരീക്ഷ നിരന്തരം ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഓരോ വീക്കിലും എന്ത് തരുന്നത്, മോക്ക് എക്സാംസ് തരുന്നത്. അതുപോലെ തന്നെ മോഡൽ എക്സാംസ് ഉണ്ടാവും. പാർട്ട് നോക്ക്, കൊമേഴ്സ്യൽ ബാങ്കിങ്, പാർട്ട് 2 ബാങ്കിങ് ആണ്, കൊമേഴ്സ്യൽ ബാങ്കിങ് ആണ്. അതുപോലെ തന്നെ ആദ്യത്തെ ചാപ്റ്റർ കൊമേഴ്സ്യൽ ബാങ്കിങ്, രണ്ടാമത് സെൻട്രൽ ബാങ്കിങ്. അതിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇന്ത്യൻ കൊമേഴ്സ്യൽ ബാങ്കിങ്, അതുപോലെ തന്നെ 6 പ്രാക്ടീസസ് ഓഫ് ബാങ്കിങ് ആണ്. 7 ലോ റിലേറ്റിംഗ് ടു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ്, പ്രൊമിസറി നോട്ട്സ് ആൻഡ് ചെക്സിനെ കുറിച്ച്, അതുപോലെ തന്നെ പേ ഓർഡർ, ബാങ്ക് ഡ്രാഫ്റ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബാങ്കിങ്ങിൽ വരുന്നുണ്ട്. അത് ലോ റിലേറ്റിംഗ് ടു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്ന മൊഡ്യൂളാണ് വരുന്നത്. അതുപോലെ അഗ്രികൾച്ചർ ആൻഡ് മൈക്രോ ഫിനാൻസ് ബൈ ദ ബാങ്ക്, അതുപോലെ ടൈപ്പ് ഓഫ് അഗ്രികൾച്ചർ ക്രെഡിറ്റ്, ഷോർട്ട് ടൈം, ലോങ് ടൈം, മീഡിയം ടൈം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ 8ാമത്തെ മൊഡ്യൂൾ നമ്മൾ പഠിക്കാനുണ്ട്. മൈക്രോ ഫിനാൻസുകളെ കുറിച്ച്, അതുപോലെ തന്നെ നബാർഡിനെ കുറിച്ച്, ഇതെല്ലാം പഠിക്കാം. അതുപോലെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ, സ്വയം സഹായ സംഘങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ 9 നോക്കിയേ ടെക്നോളജിക്കൽ അഡ്വാൻസസ് ഇൻ ബാങ്കിങ്. ഇപ്പൊ നമുക്കറിയാം ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ, പുതിയ നൂതന ജനറേഷൻ ബാങ്കിങ്ങിൽ ഒരുപാട് കാര്യങ്ങൾ, പുതിയ ടെക്നോളജീസ് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ടെക്നോളജീസിനെ കുറിച്ച് എല്ലാം പഠിക്കാനുണ്ട്. ട്രാൻസ്ഫർ, അതായത്
നമ്മുടെ ഇപ്പോഴത്തെ RTGS-ഉം നെഫ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിക്കാണ്ട് ATM, ചെക്ക് ട്രങ്കേഷൻ സിസ്റ്റം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, പുതിയ ടെക്നോളജി, അതായത് നമ്മുടെ ബാങ്കിങ് മേഖലയിൽ വന്നേക്കുന്ന പുതിയ ടെക്നോളജി അടിസ്ഥാനപ്പെടുത്തി ഇതിനകത്തൊക്കെ ഇനിയും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പോർഷൻസ് ഉണ്ടാവും ഉറപ്പായിട്ടും. ഓക്കെ, അതുപോലെ തന്നെ നോക്കിയേ 10 റീസെന്റ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ ബാങ്കിങ് പഠിക്കാനുണ്ട്. അതുപോലെ കഴിഞ്ഞ പ്രാവശ്യത്തെ നോക്കുവാണെങ്കിൽ ഇത്തവണ IT ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് എന്താ പറയാ ഉറപ്പില്ലാത്ത കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് IT നമ്മളിപ്പോ അപ്ലോഡ് ചെയ്യത്തില്ല, IT നമ്മളിപ്പോ പഠിപ്പിക്കത്തില്ല, സിലബസ് വന്നിട്ടേ പഠിപ്പിക്കത്തുള്ളൂ. അത് 10 മാർക്കിനേ ഉള്ളൂ. അപ്പൊ സിലബസ് വന്നിട്ട് ഉണ്ടെങ്കിൽ എടുക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് ഈ ഒരു സിലബസ് വരുമ്പോഴത്തേക്ക് ഒരു 60-70% കവർ ചെയ്യണം. ഏറ്റവും ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ പഠിക്കുക. ആ സ്ട്രാറ്റജിയാണ് നമ്മളിപ്പോ ഫോളോ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ IT ഉണ്ടോ എന്ന് ഇത്തവണ അറിയത്തില്ല. എങ്കിലും കഴിഞ്ഞ തവണ ചോദിച്ചാൽ IT നോക്കിയേ, IT ആൻഡ് സൈബർ ലോ, ഹാർഡ്വെയർ, ഇൻപുട്ട് ഔട്ട്പുട്ടും, സോഫ്റ്റ്വെയർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചോദിച്ചുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ എന്താ പറയാ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, അതുപോലെ ഇന്റർനെറ്റ്, സൈബർ ക്രൈം ആൻഡ് സൈബർ ലോ ചെറിയ രീതിയിൽ ചെറിയ 2 ചാപ്റ്റർ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ കോമൺലി എന്താ പറയാ കോമൺ ആയിട്ട് നമ്മുടെ PSC പരീക്ഷയ്ക്ക് ചോദിക്കുന്ന രീതിയിലുള്ള IT ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത്. വളരെ സിമ്പിൾ ആയിരുന്നു. അപ്പോൾ അത് ഇത്തവണ ഉണ്ടാവുമോ എന്ന് ഉറപ്പില്ല. ഓക്കെ, അപ്പൊ മാസ്റ്റർ കീ അക്കാഡമിയുടെ ഭാഗമായിട്ട് മാസ്റ്റർ കീ അക്കാഡമിയുടെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന്റെ ഏറ്റവും പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആണെങ്കിൽ താഴെ തന്നിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറുകളിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയാം, നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാം. ആദ്യത്തെ വീക്കിലെ സ്റ്റഡി പ്ലാൻ വെച്ച് തന്നെ മുന്നോട്ട് പഠിച്ചു പോകാൻ പറ്റും. ഇപ്പം ജോയിൻ ചെയ്താൽ ആദ്യ വീക്കിലെ സ്റ്റഡി പ്ലാൻ പ്രകാരം തന്നെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോകാൻ കഴിയും. ആദ്യം തുടങ്ങുന്നവർ എന്ത് ചെയ്യും? ആദ്യം ലക്ഷ്യത്തിലെത്തുമെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ തുടക്കം അതിഗംഭീരമാവണം, തുടക്കം നന്നായിട്ട് തുടങ്ങണം. അപ്പോൾ അതിന് ആ തുടക്കത്തിലേക്ക് മാസ്റ്റർ കീ അക്കാഡമി നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് അപേക്ഷ അയച്ചിരിക്കുന്ന ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുണ്ട്. അവരെയൊക്കെ നിരാശപ്പെടുന്ന രീതിയിലേക്ക് ഞങ്ങൾ പോകില്ല. എല്ലാവർക്കും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകളും കാര്യങ്ങളും എല്ലാം. ഡെമോ ക്ലാസ്സുകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ എന്താ പറയാ ഒരുപാട് പേർക്ക് സംശയങ്ങൾ കാണും. കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറുടെ പ്രൊമോഷൻ സാധ്യതകൾ എന്തായിരിക്കും, അല്ലെങ്കിൽ എന്താ പറയാ എങ്ങനെ പഠിക്കണം, എന്തൊക്കെ ആയിരിക്കും, എവിടെയൊക്കെ ആയിരിക്കും നിയമനം വരുന്നത്, ഇതൊക്കെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാവും. അത് നമ്മൾ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറോട് തന്നെ ചോദിക്കാമെന്നും പറഞ്ഞൊരു വീഡിയോ സെക്ഷൻ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടാൽ നിങ്ങളുടെ സംശയങ്ങളൊക്കെ മാറിക്കിട്ടും. ഓക്കെ, അപ്പോ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് പങ്കെടുക്കുന്ന മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും ആശംസകൾ. എല്ലാവരും പഠനം ആരംഭിക്കുക. മികച്ച മാർഗിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ലക്ഷ്യത്തിലേക്ക് കുതിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.